മഴ പെയ്ത് വെള്ളം വീണാൽ തന്നെ കറണ്ട് അടിക്കുമെന്ന് ഇവിടെ ഉള്ളവർക്ക് സാറന്മാർക്ക് അറിയത്തില്ല ഇത്. ഇത് അത്രയും താന്ന് കിടക്കുന്നില്ല ഇത്. അത് ആരെങ്കിലുമൊക്കെ നോക്കണ്ടേ ഇത്? ഇത്രയും താന്ന് കിടക്കുന്ന ഒരു ലൈനകത്ത് ഈ സ്കൂളിനകത്തോട് ഈ ലൈൻ വലിപ്പിക്കുക, ഇതൊക്കെ ചെയ്യിക്കേണ്ട ഇവിടുത്തെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പരിപാടിയല്ലേ? ഇതിപ്പോൾ ഏതാണ്ട് 10,000 മേളിൽ പിള്ളേരുടെ കൂടെ ഇവിടുത്തെ സാറന്മാർക്ക് തന്നെ അറിയാൻ പറ്റില്ല ഇതൊരു അപകടം നടക്കുന്ന സ്ഥലമാണ്. ഇത്ര നോക്കി നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടം തോന്നുന്നില്ലേ? പക്ഷേ ഇവിടെ ഈ ലൈനിൽ ഇങ്ങനെ കിടക്കുന്നത് ഒരുപാട് ദോഷകരമായ രീതിയിലാണ്. ഒരു കവറിംഗ് ഒക്കെ ചെയ്യേണ്ടതായിരുന്നു. സേഫ്റ്റി മെഷേഴ്സ് ഇലക്ട്രിസിറ്റി KCB ആയാലും മാനേജ്മെൻ്റ് ആയാലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരത് ചെയ്യേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് വല്ലാത്തൊരു കഷ്ടമായി പോയതല്ല. അല്ല, നമ്മൾ നാട്ടുകാരാണ്. ഈ കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രതികൂലമായ ഒരു സാഹചര്യം ഇത് നേരത്തെ നീക്കം ചെയ്യേണ്ടതാണ്. ഞാൻ 82-84 സ്റ്റുഡൻ്റാണ്. അന്ന് തൊട്ടേ ലൈൻ ഇങ്ങനെ കിടക്കുവാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹൈടെക് ആണോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. വി ശിവൻകുട്ടിയും പിണറായി വിജയനും പലപ്പോഴായി പറയുന്നത് തങ്ങൾ ഹൈടെക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നടത്തുന്നത് എന്നാണ്. പക്ഷേ ഇതിനെയെല്ലാം തെറ്റാണെന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ നിന്നും ഒരു വാർത്ത വരുന്നത്. നമ്മൾ ഇതിനോടകം അത് സംബന്ധിച്ച വീഡിയോകളെല്ലാം കണ്ടിട്ടുണ്ടാവും. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മരണം. കളിക്കുന്നതിനിടെ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴായിരുന്നു അപകടമേറ്റത്. അത് ഷോക്കേറ്റ മിഥുനെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല. സ്കൂളിന് മുകളിലൂടെ പോകുന്ന വൈദ്യുത ലൈൻ അപകടകരമായ അവസ്ഥയിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്കൂൾ അധികൃതരും KCBക്കുമെതിരെ ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. സത്യമാണ്, സ്കൂൾ അധികൃതരുടെ വീഴ്ചയാണ്, KCBയുടെ പരാജയമാണത്. പലക വെച്ച് മറിച്ച ക്ലാസ് മുറികളാണ് നമ്മൾ വീഡിയോകളിൽ കാണുന്നത്. നമുക്കറിയാം, ദൃശ്യമാധ്യമങ്ങൾ ലൈവ് സ്ട്രീമിൽ കാണിക്കുന്നതിലെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഒരു ശോചനീയമായ അവസ്ഥ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. പലക വെച്ചു മറിച്ച ക്ലാസ് മുറികൾ, അത് എടുത്തു പറയണം. നമ്മുടെയൊക്കെ ജനറേഷനിൽ ഉണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് കാണിക്കുന്ന രീതിയിലാണ് ആ സ്കൂളിന്റെ അവസ്ഥയുള്ളത്. നാട്ടുകാരെല്ലാം പറയുന്നത് അത് ഓഡിറ്റോറിയം ആയതുകൊണ്ടാണ് ആ ഉയരം, അതുകൊണ്ടാണ് അങ്ങനെ എന്നുള്ള വാദങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ മാത്രം വിദ്യാർത്ഥികൾക്ക് സർക്കാർ ഒരുക്കി നൽകി? സ്കൂൾ കെട്ടിടത്തിന് ഒരു വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്. ഒരു പലക വെച്ച് മറിച്ച ജനലിന്റെ ഉള്ളിലൂടെയാണ് ആ കുട്ടി ഷീറ്റിന്റെ മുകളിലേക്ക് ഇറങ്ങുന്നത്. അവിടെ നിന്നാണ് ഷോക്ക് ഏൽക്കുന്നത്. അപ്പോൾ അതിന് എന്ത് സുരക്ഷയാണ് ആ സ്കൂൾ നൽകിയത്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഉറപ്പ് നൽകുന്നത്? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വീഴ്ചകൾ കണ്ടില്ല എന്നതും ചോദ്യമാണ്. എങ്ങനെ പ്രവർത്തനാനുമതി ലഭിച്ചു എന്നതും അതും വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരുടെയും പ്രതികരണം എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും പലതും ഒളിക്കാൻ ശ്രമിക്കുന്നത് പോലെ. അത് എനിക്ക് ഫീൽ ചെയ്തതാണ്. ടീച്ചേഴ്സ് എല്ലാം പറയുന്നത് അറിയിച്ചിരുന്നു, നല്ല കുട്ടിയായിരുന്നു. ഇതിൽ ഒന്നും പ്രസക്തമല്ല. അത് മിഥുൻ എന്ന ഒരു കുഞ്ഞിന്റെ ജീവൻ പൊലിയേണ്ടി വന്നു പലതും നമ്മൾ തിരിച്ചറിയാൻ. എന്തുകൊണ്ടാണ് PTA ഈ കാര്യത്തിൽ ഒരു അനീതി നടക്കുന്നുണ്ട് എന്നും ഇതിനൊരു നടപടി എടുക്കാനും തയ്യാറായത് എന്നുള്ള ചോദ്യവുമുണ്ട്. PTA എന്ന് പറയുമ്പോൾ നമുക്കറിയാം രക്ഷിതാക്കളുടെ കൂട്ടായ്മയാണ്. അവിടെ നിന്ന് ഒരു പ്രതിനിധി ഉണ്ടെങ്കിൽ അദ്ദേഹം അതിന് വേണ്ട നടപടികൾ എടുക്കേണ്ടിയിരുന്നു. സ്കൂൾ അധികൃതർ, പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ, ടീച്ചേഴ്സ് അടക്കമുള്ള ആളുകൾക്ക് വലിയൊരു ചുമതല തന്നെ ഇതിൽ ഉണ്ട്. പക്ഷെ ഇതൊന്നും പാലിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ചിതലു പിടിച്ച ജനലുകൾ ഉള്ളതാണ് ആ ക്ലാസ് മുറികൾ. എന്ത് സുരക്ഷയാണുള്ളത്? നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് പാമ്പുകടി ഏറ്റു മരിച്ച ഒരു വിദ്യാർത്ഥിനിയുടെ വാർത്ത നമ്മൾ കേട്ടിരുന്നു. ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തികൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓരോ കരുതലില്ലായ്മയുടെയും അപകടം വരുമ്പോൾ മാത്രമാണ് കേരളത്തിലുള്ളവർ പലരും സുരക്ഷയെക്കുറിച്ചും തങ്ങൾ പഠിക്കുന്ന മക്കളുടെ സ്കൂളിന്റെ അവസ്ഥയും പലപ്പോഴും ചിന്തിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ടാണ് PTA അധികൃതരും ഇതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതിരുന്നത്? ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കാതിരുന്നത്? 9 മണിക്ക് ശേഷമാണ് സംഭവം. അതായത് സ്കൂൾ തുടങ്ങുന്നതിന് കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് തന്നെ അപകടം സംഭവിച്ചു. നമുക്കറിയാം, നേരത്തെ എത്തുന്ന വിദ്യാർത്ഥികൾ കളിക്കും. ആ കളിക്കിടയിൽ സംഭവിച്ച ഒരു വീഴ്ചയാണ് ഈ കുഞ്ഞിന്റെ മരണത്തിൽ കാരണമായത്. കുട്ടികളുടെ ശബ്ദമുണ്ടാക്കുന്ന കുട്ടികളെ കണ്ടാണ് അധ്യാപകർ എത്തുന്നതും കുഞ്ഞിനെ, മിഥുനെ എടുത്ത് ആശുപത്രിയിൽ എത്തിക്കുന്നതും. സംഭവ സ്ഥലത്ത് അധ്യാപകർക്ക് പുറമെ പോലീസും KCBയുടെ ഉദ്യോഗസ്ഥരും എല്ലാം എത്തി. പക്ഷെ ഇത്തരത്തിലൊരു അനാസ്ഥ അത് വ്യക്തമാക്കുമ്പോൾ എങ്ങനെയാണ് രക്ഷിതാക്കൾ അവരോട് പ്രതികരിക്കേണ്ടത്? വൈദ്യുത മന്ത്രി K കൃഷ്ണൻകുട്ടി അടക്കം പറയുന്നത് 2 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ്. പ്രമുഖ മാധ്യമത്തിൽ K കൃഷ്ണൻകുട്ടി പറയുന്നത് ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. ആ ലൈൻ അതിലൂടെ വലിച്ചതിന് ശേഷം ചിലപ്പോൾ ഷെഡ് ഉണ്ടാക്കിയതായിരിക്കാം എന്ന സംശയമൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ആ റിപ്പോർട്ടർ തന്നെ അതിനുള്ള ഉത്തരം തേടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അപ്പോൾ അവർ പറയുന്നത് 50 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണ് ആ സ്കൂളിനുള്ളത്. എന്തുകൊണ്ട് അത് പുതുക്കി പണിയാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടായില്ല? ഇത് കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണതുപോലെ തകർന്നു വീണ് ഒരുപാട് കുട്ടികളുടെ ജീവൻ പൊലിയുമ്പോഴാണോ
ഇങ്ങനെ ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് ആലോചിക്കേണ്ടത്? അതിന് മുകളിൽ ഒരു ഓഡിറ്റോറിയം ഫെസിലിറ്റി, അതിൽ ഷീറ്റിട്ട് മറച്ച, ക്ലാസുകൾ പലക കൊണ്ട് മറിച്ച അവസ്ഥയിൽ. എപ്പോഴാണ് ഇതെല്ലാം അറിയുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്ന് പലർക്കും ഇപ്പോൾ അറിയില്ല. 2 മണിക്കൂർ കഴിഞ്ഞ് കിട്ടുന്ന റിപ്പോർട്ടിന് മിഥുന്റെ ജീവൻ തിരിച്ചു നൽകാൻ കഴിയുമോ? ആ കുടുംബത്തിന് സംഭവിച്ച നഷ്ടം നികത്താൻ കഴിയുമോ? ഇതെല്ലാം ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ലാഘവത്തോടെ ഈ പ്രശ്നങ്ങൾ സർക്കാർ കൈകാര്യം ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും ഗൗരവമുള്ള വിഷയത്തെ എന്തിന് ഇത്രയും ചെറുതായി കണ്ടു? മഴയാണ് വൈദ്യുതി ലൈനുകൾ, നമുക്കറിയാം പോസ്റ്റുകൾ അടക്കം വീഴുന്ന സാഹചര്യം, സ്കൂൾ ബിൽഡിങ്ങിന്റെ മുകളിലൂടെ പോകുന്ന ലൈൻ. അപ്പോൾ ഇതൊക്കെ വലിയൊരു അനാസ്ഥയാണ് സർക്കാരിന് നേരെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സംഭവം, അതായത് മിഥുന്റെ മരണത്തിന് ശേഷം സ്കൂളിനെതിരെ ഒരു രക്ഷിതാവ് രംഗത്തെത്തിയതായി നമ്മൾ കണ്ടിട്ടുണ്ട്. 13 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ മകന് ഒരു അപകടം സംഭവിച്ചു. സ്കൂൾ പരിസരത്ത് നിന്ന് തെങ്ങ് വീണ് നട്ടെല്ലിന് സാരമായ പരിക്കേറ്റു. ഇപ്പോഴും അതിന്റെ സർജറിയും മറ്റും കഴിഞ്ഞാണ് ആ കുഞ്ഞ് ജീവിക്കുന്നത്. അന്ന് ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ആ രക്ഷിതാവ് പറയുന്നത്. അതായത് അവിടെ അന്നും സുരക്ഷയില്ല, 13 വർഷം കഴിഞ്ഞ് ഇന്നും ഒരു കുഞ്ഞിന്റെ ജീവൻ ഉറപ്പിക്കാനുള്ള, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സുരക്ഷ ആ വിദ്യാലയം ഒരുക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ആ വാക്കുകൾ. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷോക്കേറ്റ് മരിച്ചത്. അതീവ ദുഃഖകരമാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത്. ഒരു അപകടം സംഭവിച്ചു, അതിൽ ദുഃഖമുണ്ട്, ദുഃഖകരമായ സംഭവം, ദൗർഭാഗ്യകരം എന്ന് പറയാനാണോ നമുക്ക് മന്ത്രിയും സർക്കാരും സിസ്റ്റവും ഉള്ളത്? സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. ആലോചിക്കണം, ഇതുപോലൊരു ഡാറ്റയും റിപ്പോർട്ടും വെച്ചാണ് ഇപ്പോഴും മന്ത്രിസഭ ഇപ്പോൾ പരിഹരിക്കേണ്ട പ്രശ്നം അപ്പോൾ പരിഹരിക്കുന്നത്. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഏത് പ്രശ്നമാണ് സമയത്തിന് പരിഹരിക്കപ്പെടുക? പരിശോധിച്ചിട്ടാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, അവിടെ ഈ സ്കൂൾ തുടങ്ങാറായല്ലോ. ഈ സമയത്ത് എങ്ങനെ ഈ കുട്ടി മുകളിൽ പോയി, അതേപോലെ തന്നെ ഈ പെട്ടെന്നുണ്ടായ കാര്യമല്ലല്ലോ. അവിടുത്തെ അധ്യാപകരും HM-ഉം അവിടുത്തെ മറ്റ് അധികാരികൾ എല്ലാ ദിവസവും കാണുന്നില്ലേ ഈ ഇലക്ട്രിക് ലൈനും അതുപോലുള്ള കാര്യങ്ങൾ. അപ്പൊ എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്, അതെ കൊടുത്തില്ലയോ? ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടു കൂടി തന്നെ അന്വേഷിക്കും. ഇലക്ട്രിസിറ്റി ബോർഡും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് താങ്ങാനാവാത്ത ദുഃഖമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ ഒരു മകൻ നഷ്ടപ്പെട്ട പോലുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എന്തൊക്കെ സഹായങ്ങൾ ചെയ്യേണ്ടി വന്നാലും ആ സഹായങ്ങൾ മുഴുവൻ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ മറ്റു കാര്യങ്ങൾ ഒരു വിശദമായ അന്വേഷണ റിപ്പോർട്ടിന് ശേഷം മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപാദിക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ആ കുടുംബത്തോടുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു. ആ കുടുംബത്തോടൊപ്പമാണ് കേരളത്തിലെ ഗവൺമെന്റ്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാനിന്ന് യഥാർത്ഥത്തിൽ ഉച്ചയ്ക്ക് ശേഷം നെയ്യാറ്റിൻകര താലൂക്കിലെ സ്കൂളുകളുടെ ഉദ്ഘാടന ചടങ്ങാണ് നിശ്ചയിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊല്ലത്തേക്ക് പോകുന്നത്. വിദ്യാഭ്യാസ ഡയറക്ടറോടും മറ്റു ഉദ്യോഗസ്ഥന്മാരോടും കൊല്ലത്തേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും മകൻ നഷ്ടപ്പെട്ടു, പിന്നെ അതിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് സംബന്ധിച്ചോളം ആലോചിക്കാം എന്നുള്ള കാര്യമാണ് പറയാറ്. ഈ ഒരു പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളെ കുറെ പേര് വിളിക്കുന്നുണ്ട്. ഈ പല സ്കൂളുകളിലും ഇത്തരത്തിൽ ലൈൻ കമ്പികളുണ്ട്. അടിയന്തരമായ പരിശോധനയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും ചെയ്യാം. കാര്യം വെച്ചാൽ നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കുന്നത്. ഇത് ഈ ഹൈസ്കൂൾ HM-നും പ്രിൻസിപ്പാളിനും ഒക്കെ പിന്നെ എന്താ ജോലി? ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ? കേരളത്തിലെ 14,000 സ്കൂളും വിദ്യാഭ്യാസ ഡയറക്ടർക്കും ഒന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഒരു സ്കൂളിന്റെ അധിപനായിട്ടിരിക്കുന്ന ആള് ഈ കാര്യങ്ങൾ ഒരു ഡയറക്ഷൻ ഗവൺമെന്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് വായിച്ചെങ്കിലും നോക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ഇതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. ഒരു മകനാണ് നഷ്ടപ്പെട്ടത്. അനാസ്ഥ കൊണ്ടോ ഇല്ല എന്നുള്ളവർ അറിയില്ല. അതായത് നമുക്ക് പരിശോധിക്കുമ്പോഴേ അറിയാമല്ലോ. റിപ്പോർട്ട് കിട്ടിട്ട് നോക്കാം. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അനാസ്ഥ കാട്ടിയവർക്കെതിരായി.